എല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. ഇത് 1-ാമത്തെ വാക്യം മുതൽ ആമേൻ സ്തോത്രം ഈ അവസാനത്തെ വാക്യം വരെ, അതായത് 20-ാമത്തെ വാക്യം വരെ നോക്കുമ്പോൾ ഓരോ വാക്യവും നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഇത് യോഹന്നാൻ ഉണ്ടായ വെളിപ്പാടെന്നാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ നീക്കി വെളിപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. എന്താണ് മറ നീക്കി? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു മറ ആമേൻ നീക്കി വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ആമേൻ. നമുക്കറിയാം ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ ആമേൻ സ്തോത്രം പശ്ചാത്തലം തുടങ്ങുന്നത്. ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം കാലഘട്ടം ആമേൻ AD 95-നും 96-നും ഇടയ്ക്കാണ് ഈ പുസ്തകം എഴുതുന്നത്. എവിടെ കിടന്ന് എഴുതിയെന്ന് കേട്ടുകഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ആമേൻ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം പ്രൈസ് ദി ലോർഡ് ഈ പുസ്തകത്തിൻ്റെ ആഴമെന്ന് പറയുന്നത് ആർസിയിലെ 7 സഭകൾക്ക് വേണ്ടി എഴുതിയ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. 7 സഭകൾക്ക് വേണ്ടി പത്മോസ് ദ്വീപിനകത്ത് കിടന്നുകൊണ്ട് ആമേൻ സ്തോത്രം യോഹന്നാന് ദൈവം കൊടുത്ത വെളിപ്പാടാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരെയും നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ വളരെ വ്യക്തമായി സംസാരിക്കുന്നു. ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടങ്ങളിൽ ദുഷ്ടനായ ഡൊമിഷ്യൻ ചക്രവർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ യോഹന്നാനെ നാടുകടത്തിയപ്പോൾ ആമേൻ യോഹന്നാൻ മാത്രമല്ല കേട്ടോ, അതിനു മുൻപ് ഒത്തിരി പേരെ നാടുകടത്തിയിട്ടുണ്ട്. ആമേൻ. അവർക്കൊന്നും വെളിപ്പാടുകൾ കിട്ടിയിട്ടില്ല. ശ്രദ്ധിക്കണമേ, നിങ്ങൾക്ക് മുൻപേ അല്ലെങ്കിൽ ഈ യോഹന്നാന് മുമ്പേ ആമേൻ പത്മോസ് എന്ന ദ്വീപിനകത്ത് ആമേൻ ഒത്തിരി അഭിഷക്തന്മാർ അവിടെ വീണിട്ടുണ്ട്. അവരെല്ലാം ആമേൻ സ്തോത്രം അവരെല്ലാം അവിടെ വീഴുന്ന ചില മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അവരെ ശരീരങ്ങൾ കൊത്തിപ്പറിക്കുന്ന കഴുകന്മാരെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ആമേൻ കാട്ടുകഴുതേക്കാളും ശക്തിയുള്ള കഴുകന്മാർ അതിനകത്ത് പറന്നിറങ്ങി ആമേൻ സ്തോത്രം ആ ഒരു ദ്വീപിനകത്ത് ആമേൻ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ മതിൽക്കെട്ടിനകത്ത് ആമേൻ വീണ് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും അതിനകത്തുനിന്ന് കയറുവാൻ കഴിയത്തില്ല. കാരണം ആമേൻ നമുക്കറിയാം യെശയ്യാപ്രവാചകന്റെ പുസ്തകം എടുക്കുന്നില്ല, അതിനകത്ത് ഒരു വാക്യമുണ്ട്, എടോ ഞാൻ നിന്നെ എടുത്ത് ചുഴറ്റിയെറിയുമെന്നൊരു വാക്യം, ഒരു അധ്യായത്തിനകത്ത് ഒരു വാക്യമുണ്ട് കേട്ടോ. എന്നാൽ ഇതുപോലെ അതായത് ഈ ആമേ പത്മോസ് ദ്വീപിന്റെ അടുത്ത് എത്തും മുൻപേ, അതായത് ഒരു മനുഷ്യന്റെ കാലൊച്ച ആ ദ്വീപിനകത്ത് കിടക്കുന്ന കഴുകന്റെ ചെവിയിലെത്താൻ പാടില്ല. ഒരു കാലൊച്ചയും അതിനകത്ത് എത്താൻ പാടില്ല. ആ തലത്തിൽ പ്രൈസ് ദി ലോർഡ് വളരെ ദൂരെ നിന്ന് തന്നെ ഈ മനുഷ്യന്മാരെ, ഈ അഭിഷക്തന്മാരെ തൂക്കിയെടുത്ത് എറിയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. പോയി വീഴ്ത്തി ലോർഡ് തലകൾ പൊട്ടും, മാരകമായ മുറിവുകൾ സംഭവിച്ച് അവിടെ നിന്ന് എണീക്കാൻ കഴിയാത്ത തലത്തിലേക്ക് ഇവർ ആ ദ്വീപിൽ പോയി വീഴും. ആമേൻ സ്തോത്രം. ഈ ദ്വീപിന്റെ ആഴമെന്ന് പറയുമ്പോൾ ആമേൻ സ്തോത്രം ഏകദേശം 500 അടിക്കപ്പുറം ആഴം ഇതിനകത്തുണ്ടൊരു ദ്വീപാണ്. അതിനകത്ത് പെട്ടുകഴിഞ്ഞാൽ ഒരു മനുഷ്യനും മുകളിലോട്ട് കയറാൻ കഴിയില്ല. അത്ര ഒരു കിരാതമായ ഒരു ദ്വീപിനകത്തേക്ക് ഈ മനുഷ്യനെ തൂക്കിയെറിയാനിടയായി. ഈ യോഹന്നാന് മുമ്പ് പോയി വീണവരെല്ലാം കൈയും കാലും അസ്ഥികളും തലകളും എല്ലാം പൊട്ടി ചിതറി മാംസങ്ങൾ ആമേൻ നിമിഷ നേരം കൊണ്ട് ഈ കഴുകന്മാർ കൊത്തി ആമേൻ ഭക്ഷിക്കും. ജീവനോടെ ആമേൻ കൊത്തി ഭക്ഷിക്കുന്നത് ആമേൻ സ്തോത്രം അവർ തന്നെ കണ്ടുകൊണ്ടിരിക്കുക. ആമേൻ സ്തോത്രം അവരെ കൊത്തി ഭക്ഷിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, അതിനുശേഷം അനേകർ അവിടെ വീണു. പക്ഷെ അവരെല്ലാം ഞൊടിയിടയിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവരെ ശരീരങ്ങൾ വളരെ വേദനയോടും വളരെ ഭാരത്തോടും ആമേൻ സ്തോത്രം ശരീരങ്ങളെ കൊത്തിവിഴുങ്ങിയ കഴുകന്മാർ, ആ കഴുകന്മാരുടെ ചുണ്ടുകളിൽ രക്തത്തുള്ളി പോലെ ആമേൻ സ്തോത്രം രക്തത്തിന്റെ കളറുകൾ അല്ലെങ്കിൽ രക്തം മുക്കി എടുക്കുന്ന ചുണ്ടുകൾ പോലെ അതിന്റെ കാലുകൾ ആമേൻ സ്തോത്രം ഈ മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ഈ അഭിഷക്തന്മാരുടെ ശരീരത്തിൽ പതിഞ്ഞ് മാംസത്തെ വലിച്ചെടുക്കുന്ന നിലയിൽ മാംസം എടുത്ത് ആ കാലുകളിൽ തുടിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ കൊത്തിവിഴുങ്ങുന്ന കഴുകന്മാരെ ഈ യോഹന്നാൻ കണ്ട് പേടിച്ചു പോയില്ല കേട്ടോ. കാരണം ഇവന് മുൻപേ പോയവരെല്ലാം വെളിപ്പാടില്ലാത്തവരായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, നിന്നെ എവിടെയെങ്കിലും അടച്ച് പിണ്ടം വച്ച് നിന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി നിന്നെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ മരണം കാണാൻ കൊതിച്ചിരിക്കുന്നവരുടെ മുൻപിൽ ദൈവം നിന്നെ അത്ഭുതകരമായി ആ ദ്വീപിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. അതിനാര് മരിക്കണം? ഡൊമിഷ്യൻ ചക്രവർത്തി മരിക്കണം.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഡൊമിഷ്യൻ ചക്രവർത്തി മരിച്ചെങ്കിൽ മാത്രമേ യോഹന്നാന് പുറത്തു വരാൻ കഴിയൂ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ നാടുകടത്തപ്പെട്ട നൂറുകണക്കിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, അഭിഷക്തന്മാർ അതിനകത്ത് വീണ് കിടക്കുമ്പോൾ അവരുടെ ശരീരങ്ങൾ കൊത്തിപ്പറിച്ച് പറിച്ചു കളയുമ്പോൾ, എന്നാൽ യോഹന്നാനെ നോക്കി കർത്താവ് പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. 8ാമത്തെ വാക്യം എന്താ പറയുന്നത് അറിയാമോ? ഞാൻ ആൽഫയും ഉമേഗയുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവൻ ആരാ? ആൽഫയാണ്. അവൻ ആരാ? ഓമേഘയാണ്. എന്ന് പറഞ്ഞാൽ ആമേൻ, നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഞാനും ഉണ്ട് എന്ന് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സർവശക്തിയുള്ള ദൈവത്തിന്റെ ആ വിരിക്കപ്പെട്ട ചിറകിനടിയിലേക്ക് ഇരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്നെ നോക്കി സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നു, നിന്റെ അന്ത്യം കാണാൻ കൊതിച്ചവർ, നിന്റെ അന്ത്യം കാണാൻ കൊതിച്ചവർ അവരുടെ ശവകടക്ക് കഴിയുന്നത് വരെ നിനക്കൊരു പോറലും സംഭവിക്കത്തില്ല. നീ അവിടെ ഇരുന്ന് പുസ്തകം എഴുതിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ സ്തോത്രം അനേകര പീഡകാലമാണ്, ഒരു പീഡകാലമാണ്. സ്തോത്രം, സ്തോത്രം. AD 95 നമ്മൾ പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഇത് ആ 7 സഭകൾക്ക് വേണ്ടി എഴുതുമ്പോൾ ഓരോ സഭകൾക്കും പീഡകൾ അഴിച്ചുവിട്ടു. ഹല്ലേലൂയ, ആമേൻ. യോഹന്നാനെ എണ്ണച്ചട്ടിക്കകത്തിട്ടു, വറുത്തുകളയാൻ ശ്രമിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനെ കൊന്നുകളയാൻ ശ്രമിച്ചു. പക്ഷെ അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് എണ്ണച്ചട്ടിയിലേക്ക് ഇടുവാൻ വന്നവർ, ആമേൻ, കരുത്തൊറ്റവർ, അവർ ആ ഞൊടിയുടെ സമയത്ത് മരിച്ചു വീഴുവാനിടയായി. എന്നാൽ ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, വാഴ്ത്തത്വമുള്ളവന്റെ ഒരു തലനാര് പോലും നിലത്തു വീഴുവാൻ സർവശക്തിയുള്ള ദൈവം അനുവദിക്കില്ല എന്നുള്ള കാര്യം ഇന്ന് രാത്രി നിങ്ങൾ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ശ്രദ്ധിക്കൂ, ലെവലേശം പോലും വേദനയില്ലാതെ, ലെവലേശം പോലും ഭാരമില്ലാതെ യോഹന്നാൻ അതിനകത്ത് കിടക്കുമ്പോൾ, ആമേൻ, അവിടെ നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 11ാമത്തെ വാക്യം എന്ന് പറയുന്നത് അറിയാമോ? നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എന്ത് ചെയ്യണം? എഴുതണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ കാണുന്നത് എന്താണ്? കാണുന്നത് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകത്തിന്റെ 1ാമത്തെ വാക്യം മുതൽ 4ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അതൊരു മുഖവര എന്ന് നമുക്ക് അവിടെ ഹെഡിങ് കാണാൻ കഴിയുന്നു. എന്നാൽ 4ാമത്തെ വാക്യം മുതൽ 7ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ യോഹന്നാന്റെ ആമേൻ ദർശന വിവരത്തെ പറ്റി നമ്മൾ കാണുന്നു. എന്നാൽ 7ാമത്തെ വാക്യം മുതൽ ആമേൻ തീർത്തുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് അവിടെ വായിക്കുന്നു. ഈ പുസ്തകത്തെ 3ആയി തിരിച്ചിരിക്കുക. ഈ 3 ആയി തിരിച്ചിരിക്കുമ്പോൾ തന്നെ ദൂതുകൾ വ്യത്യസ്തമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ, ഒന്ന്, നീ എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട. കാരണം ഇവൻ ആ പത്മോസിന്റെ ദ്വീപിനകത്ത് പോയി വീണപ്പോൾ തന്നെ അവിടെ പറയാ, അവനെ കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു? മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? മരിച്ചവനെ പോലെ. ഹല്ലേലൂയ. ഞാൻ അവന്റെ കാൽക്കൽ വീണിരിക്കുക. കാൽക്കൽ വീഴാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കാൽക്കൽ വീഴിനകത്തിരിക്കുന്നവർക്ക് പറ്റുമോ? വില കൊടുക്കാൻ പറ്റുമോ? ദൈവവൈതലേ, വില കൊടുത്തിട്ടുണ്ടോ? ആമേൻ. നിന്നെ ഒരിക്കലും തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നീ വില കൊടുത്തിറങ്ങിയതാ. എന്തിനാ? നിനക്ക് വേണ്ടി വില കൊടുത്ത ഒരുത്തനുണ്ട്. ഹല്ലേലൂയ. കാൽവരിയുടെ കുലമരത്തിൽ നിനക്കും എനിക്കും വേണ്ടി വില കൊടുത്തുവെന്ന് പറയുക. വില കൊടുത്തവനെ ഒരിക്കലും ആർക്കും തകർക്കാൻ കഴിയത്തില്ല. ദൈവവൈതലേ, എത്ര ഡൊമിഷ്യൻ ചക്രവർത്തി ജനിച്ചാലും അഭിഷക്തന്മാരെ തടയാൻ, അഭിഷക്തന്മാരെ തകർക്കാൻ, അഭിഷക്തന്മാരെ ഉടയ്ക്കാൻ, അഭിഷക്തന്മാരെ ആമേൻ മുടിച്ചു കളയാൻ ഒരു ഡൊമിഷ്യൻ ചക്രവർത്തിയും കഴിയത്തില്ല എന്ന് ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, ഇവിടെ പറയുകയാണ്, എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. എന്താ? ഭയപ്പെടേണ്ട, ഞാൻ ആരായിരിക്കുന്നു? ആദ്യനും അന്ത്യനും. പ്രൈസ് ദി ലോർഡ്. അടുത്തെന്താ പറഞ്ഞത്? ജീവനുള്ളവനുമാകുന്നു. ആമേൻ. നമ്മൾ ആരാധിക്കുന്ന ചത്ത ദൈവത്തെ അല്ല. ഹല്ലേലൂയ. ഞങ്ങൾക്ക് കീർത്തനമുണ്ടായിരുന്നു, അറിയാമോ? വലിയ ക്ഷേത്രമായിരുന്നു. വലിയ ക്ഷേത്രം. ഭൂമിയും ആകാശവും തമ്മിൽ ബന്ധിക്കുന്നത് പോലെ തോന്നും. വലിയൊരു ഹനുമാനൊക്കെ ഉണ്ടാക്കി വെച്ച വലിയൊരു ആരാധന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് ഭജന ഇരുത്തിയ വ്യക്തിയാ ഞാൻ. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് തന്നെ ഭജന ഇരുത്തി. അടുത്ത പോറ്റി ഞാനാ.
പ്രൈസ് ദി ലോർഡ്. എനിക്കൊന്ന് മനസ്സിലാകുന്നുണ്ട്, അമ്മയുടെ ഉദരത്തിൽ വച്ചേ എന്നെ ദൈവം അഭിഷേകം ചെയ്തിരുന്നു. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയെന്നറിയാമോ? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാൻ, രക്ഷിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കുക എന്ന് അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുമ്പോൾ, ഇന്ന് രാത്രി ദൈവ പൈതലേ, ഇതിനകത്തിരിക്കുന്നവരുടെ മൈക്ക് ഓൺ ചെയ്ത് പറയാൻ പറഞ്ഞാൽ നൂറുകണക്കിന് അനുഭവമുണ്ട് പറയാൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് മരിച്ചവനല്ല കേട്ടോ, മരണത്തെ ജയിച്ചവനാ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മരിച്ചവനല്ല കേട്ടോ, മരണത്തെ ജയിച്ചവനാ എന്ന് പറ. നീ മരിക്കേണ്ട സ്ഥാനത്ത്, നിന്റെ തലമുറ പട്ടുപോകേണ്ട സ്ഥാനത്ത്, നിന്റെ കുടുംബം നശിച്ചു പോകേണ്ട സ്ഥാനത്ത്, നിന്നെ ഒറ്റപ്പെടുത്തിയ സ്ഥാനത്ത് അവൻ ഒറ്റപ്പെട്ടവനായിരുന്നു. നീ മരിക്കേണ്ട സ്ഥാനത്ത് അവൻ നിനക്ക് വേണ്ടി പിടഞ്ഞു മരിച്ചു. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ എനിക്ക് വേണ്ടി കരയണ്ട, നീ നിന്റെ കുഞ്ഞിന് വേണ്ടി കര എന്ന് പറഞ്ഞ ലോകത്തിൽ ഒരു മനുഷ്യനേ ഉള്ളൂ. അത് ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന യേശു പറയുന്നു, നീ എന്നെ ചൊല്ലി കരയണ്ട, നീ നിന്റെ തലമുറയെ ചൊല്ലി കര. ഇന്ന് രാത്രിയിൽ ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുന്നു, നീ എന്നെ ചൊല്ലി കരയണ്ട, ആമേൻ, നീ നിന്റെ തലമുറയെ ചൊല്ലി കര എന്ന് പറയാൻ ഇന്ന് രാത്രിയിൽ എത്ര പേർ കഴിയും? ആമേൻ. ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു, കർത്താവ്, ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഉറങ്ങിക്കിടക്കുമ്പോൾ തലമുറയുടെ ആമേൻ സ്തോത്രം തലയിൽ കൈവച്ചു പറ, കർത്താവേ, ഈ ആമേൻ കിടക്കുന്ന ഉറങ്ങുന്ന എൻ്റെ പെൺ തലമുറ, എൻ്റെ ആൺ തലമുറ, ഇത് നീ തന്ന ദാനമാണ്. വചനം ഇങ്ങനെ പറയുന്നല്ലോ, ഉദരഫലം നീ തരുന്ന പ്രതിഫലവും ഉടബലരഗത ശമനപരഗതുനി. ഇന്ന് രാത്രി പറ പറ പറ. ആമേ. ദൈവം അങ്ങനെ തന്നെ ചെയ്യാൻ പോകുക. ദൈവം അങ്ങനെ തന്നെ ഇന്ന് രാത്രി ചിലരെ നോക്കി പറയുന്നു, ആമേ സ്തോത്രം, മരിച്ചവനല്ല എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ്. ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന കുടുംബത്തിനകത്തുണ്ട് കേട്ടോ, ഈ ഗൂഗിൾ മീറ്റിൽ കൂടെ ഇരിക്കുന്ന കുടുംബത്തിനകത്തുണ്ട് കേട്ടോ, ഓരോ കുടുംബത്തിനകത്തും എൻ്റെ കർത്താവ് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഓരോ കുടുംബത്തിനകത്തും എൻ്റെ കർത്താവ് ഇരിപ്പുണ്ട്. അതാ ഇവിടെ പറഞ്ഞത്. അടുത്തെന്താ പറഞ്ഞത്? 18ാം വാക്യം. ഞാൻ ആരായിരുന്നു? മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ ഒതുക്കാൻ ഒരു കല്ലറയ്ക്കും കഴിയത്തില്ല. യോഹന്നാനെ, ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷേ ഇന്ന് പകലിൽ എനിക്ക് നിന്നോട് പറയാനുള്ളത്, എന്നേക്കുമായി മരണത്തെ ജയിച്ചവൻ, ഉലകത്തെ ജയിച്ചവൻ, രോഗത്തെ ജയിച്ചവൻ, പാപത്തെ ജയിച്ചവൻ, ശാപത്തെ ജയിച്ചവൻ, ഉലകത്തെ ജയിച്ചവൻ ഇന്ന് രാത്രി പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷെ എന്നേക്കുമായി ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ഉലകത്തിൽ ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാമോ? ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിന്റെ 37-ാമത്തെ വേദാംശത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ, ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചാട്ടെ. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നുവെന്ന് അവർക്ക് തോന്നി. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? അവർ കണ്ടപ്പോ ഒരു ഭൂതത്തെ കണ്ട് ഞെട്ടി. എന്തായാലും അത് ഭൂതമാണോ? അല്ല. അതാരാ? യേശു കർത്താവാ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. ആമേ. കർത്താവിനെ കർത്താവായിട്ട് കാണാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി കഴിയും? കർത്താവിനെ കർത്താവായിട്ടൊന്ന് കാണാൻ. സ്തോത്രം. കണ്ണുകളെ ഒന്ന് തുറക്ക്, ഒന്ന് അമ്മ ഏൽപ്പിച്ചു കൊടു. കർത്താവേ, എൻ്റെ കണ്ണിനെ ഒന്ന് നീ തുറക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. എന്നാൽ വരുന്ന ഒരുത്തനിതാ, ആമേൻ, അത് ഭൂതമല്ല കേട്ടോ, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വരികയാ. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. എത്ര പേരെൻ്റെ കൂടെ ഇന്ന് രാത്രിയിലുണ്ട്? കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ടെ. നീ ഞെട്ടിത്തെറിക്കണ്ട കേട്ടോ. നിന്റെ അടുത്ത് ചിലപ്പോൾ നീ രാത്രി ഇരിക്കുമ്പോൾ നിന്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഇന്ന് രാത്രിയിൽ നീ ഉറങ്ങിക്കിടക്കുമ്പോൾ നിന്റെ ചാരെ വന്നിരുന്ന് കരയണ്ട എന്ന് പറയുന്ന, നമുക്ക് വാതിലടയ്ക്കാൻ പറ്റും. വാതിലടയ്ക്കാം, വീട്ടിന്റെ വാതിലടയ്ക്കാം, വിലപിടിപ്പുള്ള ജന്നലുകൾ അടച്ച് കുറ്റിയിട്ട് കറക്റ്റിനെ വിട്ട് ബന്ധസാക്കി വയ്ക്കാം. ആമേൻ. ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം നമുക്ക് മറച്ച്
മൂടിക്കിടക്കാം, പക്ഷെ മൂടാത്തൊരു അവയവമുണ്ട്. ഏതെന്നറിയാമോ? മൂക്ക്. പ്രൈസ് ദി ലോർഡ്. അതിനകത്തൂടെ ഒരു പഴുതാര കയറി പോയി കഴിഞ്ഞാൽ സമാധാനം പറയണം കർത്താവ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ന് രാത്രിയിൽ അതിനെ സംരക്ഷിക്കാൻ മിന്നുന്ന വാളുമായി നിന്റെ അടുത്ത് നീ ഉറങ്ങിക്കിടക്കുമ്പോൾ നിൽക്കുന്ന ഒരു കർത്താവിനെ ഇന്ന് നീ രാത്രി നീ കാണുകയാണോ? സകലത്തെയും അടച്ച് ബന്ധിച്ചിരിക്കുമ്പോൾ കർത്താവ് പറയുക, നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് വന്ന് ഒറ്റയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വാത്സല്യ ഹൃദയമേ, നിന്നെ നോക്കി സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി പറയുന്നു, നീ കരയേണ്ട കേട്ടോ. ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷേ എന്നേക്കുമായി ജീവനോടെ പുറത്തു വന്നിരിക്കുന്നു. നീ മരിക്കേണ്ട സ്ഥാനത്ത് നിനക്ക് വേണ്ടി ഞാൻ മരിച്ചതാ, നിനക്ക് വേണ്ടി ഞാൻ ജീവനെ കൊടുത്തതാ, ഞാൻ നിനക്ക് വേണ്ടി രക്തം ചിന്തിയതാ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു രക്തം കൊടുത്തതാ. അതുകൊണ്ട് നിന്നെ തകർക്കുവാനോ ഒരു കൂടാർത്ഥത്തിനും കഴിയത്തില്ല. ആമേ, യാക്കോബ് പറയുന്നത് ഇങ്ങനെയാണ്, ഇസ്രായേലിന് ഒരിക്കലും ആമേൻ ആ വിചാരം ഫലിക്കയില്ല, ലക്ഷണവിദ്യ ഫലിക്കയില്ല. നിനക്ക് വെള്ളത്തിൽ കൂടെയാണോ, നിനക്ക് ആമേ സ്തോത്രം ആഹാരത്തിൽ കൂടെയാണോ, ഇനി എന്ത് തന്ത്രം മെനഞ്ഞുകൊണ്ട് വന്നാലും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നീ ഭാരപ്പെടേണ്ട. നീ കുടിക്കുന്ന ഉറവയിൽ എന്തെങ്കിലും ഒഴിച്ചാലും നീ ഭാരപ്പെടേണ്ട. നീ സ്തോത്രം ചെയ്ത് വെള്ളം കുടിക്ക്. അകത്തോട്ട് പോകുന്ന വെള്ളത്തെ ശുദ്ധീകരിച്ച് അകത്തിറക്കുന്ന അതേ ദൈവം ഇന്ന് രാത്രി പറയുന്നു, നിന്റെ തലമുറയുടെ ശരീരങ്ങളിൽ, നിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന ദുരാരാധന കെട്ടുകളെ അഴിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞു. അതിന്റെ 35-ാം വാക്യം പറയുന്നു, അവർ വഴിയിൽ സംഭവിച്ചത് അവൻ അപ്പനുറുക്കുകയാൽ ആമേൻ പ്രൈസ് തങ്ങൾക്ക് അറിയുന്നവനും പ്രൈസ് ലോർഡ് അവർ വിചാരിച്ചു പറഞ്ഞു. പ്രൈസ് ലോർഡ്. നോക്കിക്കേ, 35-ാമത്തെ വാക്യവും ആമേൻ 36-ാമത്തെ വാക്യവും 37-ാമത്തെ വാക്യവും നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ആമേൻ അതിനകത്ത് നമുക്കറിയാം, ഒരു ശുശ്രൂഷയുടെ മധ്യത്തിൽ ഇവർ കഴിഞ്ഞ് മുമ്പിലോട്ട് വരുമ്പോൾ തന്നെ ആമേൻ സ്തോത്രം 33-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴും ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. കണ്ടോ, ആ നാഴിക എന്ന് പറയുമ്പോൾ അതേ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. 31-ാമത്തെ വാക്യം പറയുന്നു, ഉടനെ അവരുടെ കണ്ണെന്ത് ചെയ്തു? തുറന്നു. അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. സ്തോത്രം പറഞ്ഞാട്ടെ. കണ്ണുകൾ തുറന്നു നോക്കണം. ഇന്നലകളിൽ കാണാൻ കഴിയാത്ത പലതും ഇന്ന് രാത്രി നീ കാണാൻ പോകുക. ഇന്നലകളിൽ നിന്റെ കണ്ണിനെ കുരുടാക്കിയത് പലതും ഇന്ന് രാത്രി നീ തിരിച്ചറിയാൻ പോകുക. ഒരു തിരിച്ചറിവിന്റെ വലിയ ഒരു സാന്നിധ്യം ഞാൻ വെളിപ്പാടല കാണുകയാ ഇന്ന് രാത്രി. ആമേ സ്തോത്രം. ഈ മീറ്റിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞെ, ആമേ സ്തോത്രം, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കണ്ണുകൾ തുറക്കാൻ പോകുക. ആമേ, ആരുടെ കണ്ണ് തുറന്നറിയാമോ? ഗേഹസ്യയുടെ കണ്ണിനെ തുറന്നു. പറയുക, നോക്ക്, മറുകര മൊത്തം നിറഞ്ഞു നിൽപ്പുണ്ട്. അവരെക്കാൾ ബലശാലികളും ആമേ പ്രൈസ് ദി ലോർഡ് ആമേ തലവന്മാരും അവരെക്കാൾ ശക്തന്മാരും നമ്മോട് കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട എന്ന് ഗേഹസ്യയുടെ കണ്ണിനെ തുറന്നെങ്കിൽ ഇന്ന് രാത്രി ഗേഹസ്യയുടെ കണ്ണ് തുറന്നപ്പോൾ കൊല്ലുവാൻ വന്ന ആമേ പടയാളികളെ കണ്ണുകളെ കുരുടാക്കി അവന്റെ മുൻപിൽ കൊണ്ടുവന്നെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ ശമരിയുടെ പടിവാതിൽക്കൽ കടക്കുന്നത് വരെ കണ്ണുകൾ കുരുടായിരുന്നെങ്കിൽ നിന്നെ തകർക്കാൻ വന്നിരിക്കുന്ന സകലത്തിന്റെ മേലുമുള്ള ഒരു ആധിപത്യം നിനക്ക് തന്നിട്ടുണ്ട് ദേശത്തിന്റെ മേൽ. ശുഭ്രതരെ, ആമേ സ്തോത്രം, നിങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നുണ്ട് കേട്ടോ. ആമേ, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ തന്നെ പറയുന്നു. ആമേ പ്രൈസ് ദി ലോർഡ്. ചിലരുടെ കണ്ണുകളെ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആമേ, ബന്ധുക്കളുടെ കണ്ണുകൾ തുറക്കുവാൻ, സഹോദരങ്ങളുടെ കണ്ണുകളെ തുറക്കുവാൻ പ്രാർത്ഥിക്കുക. ഈ നാളുകൾ ചിലർക്ക് അന്ധന്മാരാകാൻ പോകുക. ഓ റിബല ശമന അടബന രഗൽക്കന വൈഡമന രഗൽ പ്രൗഢപരക്ഷം വേദപരാജകൽക്കന ദീപൽ പ്രൗഢപരക്ഷം വൈഡപരാജകൽക്കനാദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും മാറ്റി നിർത്തി, എല്ലാവരും പഴിച്ചു, എല്ലാവരും ദുഷിച്ചു. ഇപ്പോ മടങ്ങി വന്നിട്ട് കാല് പിടിക്കുമെന്ന് പറഞ്ഞവരുടെ നടുവിൽ സ്വർഗം പറയുക, ഇല്ല, അവരുടെ കണ്ണുകളെ തുറക്കാൻ പ്രാർത്ഥിക്കുക. ആമേ, 2024 പരിശുദ്ധാത്മ പറയുന്നു, അവരുടെ കണ്ണുകളെ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നത്തെ ഈ രാത്രി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ടേണിംഗ് പോയിന്റ്, ഹല്ലേലൂയ, ഒരു ടേണിംഗ് പോയിന്റ് ആക്കി ദൈവം ആമേ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ആമേ ഒരു ഭാഗമാക്കി
എന്ന് പറഞ്ഞാൽ പണ്ട് ദൈവം ഭാഗമായി കൊടുത്തിരുന്ന ചില അവകാശങ്ങൾ കിട്ടുവാൻ പോയ കേട്ടോ. കുടുംബത്തിനകത്തുനിന്ന് ഭാഗം വയ്ക്കാനുള്ള സമയമായി, കുടുംബത്തിനകത്ത് ഭാഗം വയ്ക്കാനുള്ള സമയമായി. ശുഭകർത്താവിന്റെ ദാസന് കുടുംബത്തിനകത്ത് ഭാഗം വയ്ക്കേണ്ട സമയമായി. ആമേൻ. ആ ഒരു സീസണായി നിങ്ങൾ കാത്തിരിക്കൂ. ഇന്ന് പകൽക്കാലം ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു എന്ന് ആമേൻ സ്തോത്ര. ഹബക്കുക്ക് പ്രവാചകൻ വിളിച്ചു പറയുന്നത് പോലെ ആമേൻ ദൈവാത്മാവ് ആ ദൂത് കൈമാറുന്നു. സീസണായി കാത്തിരിക്കൂ. ഇത് ദൈവജനത്തിന്റെ ആമേൻ ഒരു സീസണാണ്. ഇതൊരു ഡെലിവറൻസിന്റെ സീസണാണ്. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സീസണാണ്. ഏൽപ്പിച്ചു കൊടുക്കുക സൂപ്പറെ. ആമേൻ ഇരിക്കുന്ന ഇരിപ്പിടം മറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രിയിൽ ചില മേഖലകൾ നിങ്ങൾക്ക് വേണ്ടി അതേ ഒരുങ്ങി വരപ്പെടുകയാ. ചില മേഖലകൾ നിങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ ഒരുങ്ങി വരപ്പെടുകയാ. യെശയ്യാവിന്റെ പുസ്തകം 41-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് ഒരാൾ ശബ്ദമുയർത്തി. യെശയ്യാവിന്റെ പുസ്തകം ആമേൻ സ്തോത്രം 41-ാമത്തെ അധ്യായത്തിലേക്ക് വരപ്പെടുമ്പോൾ അതിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ആമേൻ സ്തോത്രം. ആമേൻ ആർ അത് പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഷ്ഠിക്കുകയും ചെയ്തു ആദ്യം മുതൽ തലമുറകളെ. ആമേൻ. ആമേൻ. വിളിച്ചവൻ യഹോവയായ ഞാൻ ആദ്യനും. ആമേൻ. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രിയിൽ വിളിച്ചവൻ വിശ്വസ്തനാ കേട്ടോ. ആമേൻ. ആ വാക്യം വിട്ടുപോകരുത്. വിളിച്ചവൻ ആരാ? വിശ്വസ്തൻ. ഹല്ലേലൂയ. ശുഭ്രതരെ വിളിച്ചവൻ ആരാ? വിശ്വസ്തൻ. 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 ആമേൻ സ്തോത്രം. വിശ്വസ്തനാ വിളിച്ചവൻ കേട്ടോ. വിശ്വസ്തനാ വിളിച്ചത്. വിളിച്ചവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദ്വീപുകൾ കണ്ട് ഭയപ്പെട്ട ഭൂമിയുടെ അറുതികൾ വിറച്ച് അവർ ഒന്നിച്ചു കൂടി ആർത്തു വന്നു. ഒന്നിച്ചു കൂടി കർത്താവിന്റെ അടുത്തു വന്നു. ആർത്തോടും നൃത്തത്തോടും ആമേൻ ആമേൻ ദൈവത്തിന്റെ സഭ അടുത്തു വരുന്നത് പോലെ ഈ നാളുകളിൽ ബന്ധുജനം അടുത്തു വരികയാ. നിങ്ങളെ മാറ്റി നിർത്തിയവർ, നിങ്ങളെ ഒതുക്കി നിർത്തിയവർ, നിങ്ങൾക്ക് വേണ്ടി ആമേൻ വിരോധമായി പ്രവർത്തിച്ച പലരെയും ദൈവം ഇന്ന് പകൽക്കാലം ബെന്യാമിൻ അടക്കം ബെന്യാമിൻ അടക്കം യോസേപ്പിന്റെ കാല് പിടിച്ചെങ്കിൽ പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയോ ദൈവാത്മാവ് ദൂത് ആമേൻ ആമേൻ അതിൻ്റെതായ നിലയിൽ മുമ്പിലോട്ട് പോക കേട്ടോ. ആമേൻ ശുഭ്രതരെ പ്രാർത്ഥിച്ചു. ബെന്യാമിൻ യോസേപ്പിനെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും ആമേൻ പിന്നെ 11 പേരേ ഉള്ളൂ. ആമേൻ ബെന്യാമിനെ കൂടെ അവിടെ കൊടുത്തപ്പോൾ 12 12 കറ്റ നമസ്കരിച്ചതുപോലെ ഇന്ന് പകൽക്കാലം 12 നമസ്കരിച്ചതുപോലെ ആമേൻ എണ്ണത്തിൽ കുറയത്തില്ല കേട്ടോ. നിങ്ങളുടെ അടുത്ത് വന്ന മുഴങ്കാൽ മടക്കാൻ എണ്ണത്തിൽ കുറയത്തില്ല കേട്ടോ. ഇന്ന് രാത്രി ദൂത് മാറിപ്പോകരുത്. എണ്ണത്തിൽ കുറയത്തില്ല. ഓ ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അഭിഷക്തനെ പ്രാർത്ഥിക്കൂ. ചില നിമിഷങ്ങൾ ഹല്ലേലൂയ സമയം വേർപെട്ടിരുന്ന ദൈവസന്നിധി മുഴങ്കാൽ മടക്ക്. ദൈവം ചില അത്ഭുതങ്ങൾ കുടുംബത്തിൽ ചെയ്യും കേട്ടോ. ദൈവം ചില അത്ഭുതങ്ങൾ കുടുംബത്തിൽ ചെയ്യും കേട്ടോ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക കേട്ടോ. ദൈവം അങ്ങനെ ചെയ്യട്ടെ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കുന്നു. അവിടെ നമ്മൾ 17-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ വായിച്ചത്? ആമേൻ. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ആമേൻ സ്തോത്രം. അവൻ ആമേൻ വലങ്കൈ എന്റെ മേൽ വച്ചു. ഇന്ന് രാത്രിയിൽ ദൈവം നിന്റെ മേൽ വലങ്കൈ വയ്ക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇതിനകത്ത് ദൈവ പൈതലേ നിന്റെ മേൽ വലങ്കൈ വയ്ക്കാൻ പോയാ. ജിനീഷ് ബ്രദറിനകത്തോട് ജിനീഷ് ബ്രദർ നിങ്ങളുടെ മേൽ ഒരു വലങ്കൈ വരാൻ പോക കേട്ടോ. ആമേൻ. ഇത് പ്രതികൂലത്തിന്റെ കരമല്ല കേട്ടോ. ജിനീഷ് ബ്രദറെ, ഗീതു സിസ്റ്ററെ, ഇത് ഒരു പ്രതികൂലത്തിന്റെ കരമല്ല വരുന്നത് കേട്ടോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വലം കരം ഇറങ്ങി വരുന്നുണ്ട്. അനേകർ മാറ്റി നിർത്തിയത്, അനേകർ ആമേൻ ഉടച്ചു കളയാൻ ശ്രമിച്ചത് ഒരു വലങ്കരം നിങ്ങളുടെ കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവ് അയക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു വലങ്കരം അയക്കാൻ പോകുകയാ. ഹല്ലേലൂയ. എവിടെയൊക്കെയോ നിങ്ങൾ പരാജയപ്പെട്ടു പോയി, നിങ്ങൾ ഒതുക്കപ്പെട്ടു, നിങ്ങൾ ഉടഞ്ഞു പോയി. എന്നാൽ ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ജിനീഷ് ബ്രദറെ ആമേൻ സ്തോത്ര. കുശവന്റെ കയ്യിലെ ഒരു പാത്രം എന്ന പോലെ. ഓ റിബലബ ശബലബരഗദുനി. ഹല്ലേലൂയ. ആ കുശവന്റെ കയ്യിലെ ഒരു പാത്രം എന്ന പോലെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കളിമണ്ണ് ഒന്ന് മെനയാൻ വേണ്ടി ആ കളിമണ്ണ് സമർപ്പിക്കപ്പെട്ട കളിമണ്ണായതുപോലെ ഇന്ന് രാത്രി ആമേൻ. പ്രൈസ് ദി ലോർഡ്. ജിനീഷ് ബ്രദറെ, ദൈവാത്മാവ് പറയുന്നു, ഒരു നിയമിക്കപ്പെട്ട ഒരു കളിമണ്ണ് കുശവന്റെ കയ്യിൽ ലഭിച്ചപ്പോഴേ ഹല്ലേലൂയ, ആ കളിമണ്ണ് വഴങ്ങാതെ അതിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കുശവൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല.
കളിമണ്ണൊന്ന് വഴങ്ങിക്കൊടുത്താലേ പറ്റത്തുള്ളൂ. ആ കളിമണ്ണിൽ കൂടെ ഒരു വലിയ പാത്രം പുറത്തു വരുവാനുണ്ട്. നിങ്ങൾ ഇതുവരെ കാണാത്ത, ആ ഗോതമംഗലം കാണാത്ത, നിങ്ങളുടെ സഭ കാണാത്ത ഒരു മേൽത്തരമായ ഒരു പാത്രം പുറത്തു വരണം. അത് പുറത്തു വരണമെങ്കിൽ ആ കയ്യിലിരിക്കുന്ന കളിമണ്ണ് ഒന്ന് വഴങ്ങിക്കൊടുത്തെങ്കിൽ മാത്രമേ ആ കുശവനൊന്ന് പണിയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് നിന്നെ പൊളിച്ച് മേൽത്തരമായ ഒരു പാത്രമാക്കി പണിത് ചില ജില്ലകളിൽ നിങ്ങളെ കുടുംബമായി മാനിക്കത്തക്ക തലത്തിൽ കർത്താവ് ചില മേഖലകൾ ഒരുക്കുന്നുണ്ട്. ജൂഡമാന ശംഭവ രഗൽഖന അടബന രഗത ശമനപരഗതുനി വൈഡകരാജകൽഖനാദി അംദൽകമന ജൂഡപരം ധന വേദപരത്തുനി വൈഡക്കടകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലൊന്ന് ഏൽപ്പിച്ചുകൊണ്ട് അവൻ കുറവിനെ നിമത്തി, കുറകിനെ ഒന്ന് നികത്തി, കുറവിനെ നികത്തി ഇതിലെ പണിത് കുടുംബമായി പുറത്തെടുക്കുക. ഓട്ടസഞ്ചിക്കാരനെ പോലെ, ഒരു ഓട്ടസഞ്ചിക്കാരനെ പോലെ ആമേ സ്തോത്രം. എത്ര ചെയ്തിട്ടും, എത്ര മുൻപിലോട്ട് പോയിട്ടും, പ്രൈസ് ദി ലോർഡ്, ഒന്നുമില്ലാതെ ആമേ ഒന്നുമില്ലാത്തവനെ പോലെ മുൻപിലോട്ട് പോകുന്നെങ്കിൽ പരിശുദ്ധാത്മാവ്, ജിനീഷ് ബ്രദറെ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു പണി നടക്കാൻ പോകുകയാ. ദൈവത്തിന്റെ ഒരു പണി നിങ്ങളുടെ കുടുംബത്തിനകത്ത് നടക്കാൻ പോകുകയാ. കാരണം കൈ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഈ 2024-25 ചിലതിനെ ഉടച്ചു പണിയാൻ ഒരു പണിക്കാരൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു പണിശാല അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആമേ സ്തോത്രം. രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ വെട്ടുകുഴിയിൽ വച്ച് വെട്ടിയെടുത്ത കല്ലുകൊണ്ട് കുറവ് തീർത്തൊരു കല്ലാക്കി അതേ വെട്ടുകാരൻ കുഴിക്കകത്തിറങ്ങി മഴുവും ചിറ്റിയെയും കൊണ്ട് ആമേൻ വെട്ടിയെടുത്ത് ചെത്തി വെടിപ്പാക്കി, ഉളി കൊണ്ട് ചെത്തി വെടിപ്പാക്കി ആ വെട്ടുകുഴിയിലകത്തുനിന്ന് കറക്റ്റ് മുകളിലേക്ക് കല്ല് കയറ്റുമ്പോൾ ആ കല്ലിന്റെ ഗുണം വേറെയാണ്. എന്നാൽ ആ മണ്ണ് കിടന്നപ്പോൾ കല്ലെങ്ങനെ എടുക്കുമെന്നുള്ള സംശയമായിരുന്നു. എന്നാൽ മണ്ണായി കിടന്ന നിന്നെ ഒരു രൂപമാക്കി തമ്പുരാൻ പുറത്തെടുത്തത് പോലെ 2024 നിന്നെ ഒരു പുറത്തെടുത്ത് ഒരു മനോഹരമായ ഒരു കല്ലാക്കി ചില പണികൾ കോർത്തു പണിയാൻ. അതാണ് പാട്ടുകാരൻ പാടിയത്. ഹല്ലേലൂയ, ആമേ സ്തോത്ര, ആമേ ആർത്തുപാടി, ആമേ മൂലക്കല്ല് കയറ്റി ദൈവസഭ പണിയാൻ ആണിക്കല്ലാക്കി വയ്ക്കത്തക്ക തലത്തിൽ ദൈവം നിങ്ങളെ ഈ നാളുകളിൽ അതിനുവേണ്ടി ഒരുക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ശൂഡബന ശംഭവ രഗൽഖന വൈഡകരാജകൽഖനാദി. നിങ്ങൾ ഇന്നലെ വരെ കണ്ടതല്ല കേട്ടോ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം ചെയ്താൻ പോകുകയാ. ഒരു യുദ്ധക്കളത്തിലാ, ഒരു പണിപ്പുരക്കകത്തായിരിക്കുന്നത്. ഒരു യുദ്ധക്കളത്തിലാ. ആ യുദ്ധക്കളം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ തുടച്ചു മാറ്റിയത് ഒരു കാറ്റടിക്കുമ്പോൾ കരിയിലകൾ പറന്നു പോകുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പലതും പറന്ന് നശിച്ചു പോയതുപോലെ ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, ഈ തലമുറയിൽ ഞാൻ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു വലിയ മിറക്കിൾ അയക്കുന്ന നാളുകൾ വിദൂരമല്ലെന്ന് സ്വർഗത്തിൽ ദൈവം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വെളിപ്പാട് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക. കർത്താവ് നിങ്ങളെ ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുന്നു. അവിടെ ഇങ്ങനെ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. കണ്ടോ? ഇന്ന് രാത്രിയിൽ ഡിവിഷൻ ചക്രവർത്തി വിചാരിച്ചു ഇവനെ നാട് കടത്തി കഴിഞ്ഞാലേ, പ്രൈസ് ദി ലോർഡ്, ഇവൻ അവിടെ പോയി വീഴുമല്ലോ. ഇവനെ എറിയുന്നത് നേരത്തെ എടുത്തെറിഞ്ഞത് പോലെയാണ് ഇവനെ തൂക്കിയെടുത്തെറിയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കൊണ്ടുപോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ സ്തോത്രം, നമ്മളൊരു 10 പേരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക്. അപ്പോൾ സ്തോത്രം, പണ്ടൊക്കെ അമ്മമാര് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടത്തിനകത്ത് വെച്ച് ഇടുപ്പിൽ വെച്ച് കൊണ്ടുവരുന്നത് പോലെ അവരൊരു 10 പേരെയൊക്കെ അവരെ കൈ കൊണ്ട് വീശി പിടിച്ചു കഴിഞ്ഞാൽ ഒരു കുടം വെള്ളത്തിന്റെ വെയിറ്റേ വരത്തുള്ളൂ. കാരണം അവർ അത്ര അനാഖ്യന്മാരാണ്. പക്ഷേ അതിൽ ഒരുത്തനെ പോലെയാണ് യോഹന്നാനെ കണ്ടത്. ഇന്ന് രാത്രി അതിൽ ഒരുത്തനെ പോലെ നിന്നെയും കണ്ടെങ്കിൽ തെറ്റി, ഡുമിഷന് തെറ്റി. ഇന്ന് രാത്രി ഡുമിഷന് തെറ്റി. അതിൽ ഒരുത്തനല്ല നീ, അതിൽ ഒരുത്തന്റെ മേൽ പകർന്ന അഭിഷേകമല്ല നിന്റെ മേൽ ഇരിക്കുന്നത്. നിന്റെ മേൽ ഇരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ, ലോകത്തെ ജയിച്ചവന്റെ അഭിഷേകമാ, വില കൊടുത്തവന്റെ അഭിഷേകമാ. ഇന്ന് രാത്രി സ്തോത്രം പ്രൊഫസറെ, അതിൽ ഒരുത്തനെ പോലെ നിങ്ങൾ കണ്ടെങ്കിൽ, നിങ്ങളെ അവരിൽ ഒരുത്തിയെ പോലെ കണ്ടെങ്കിൽ തെറ്റി. കണ്ടവന് തെറ്റി.
ഇന്ന് രാത്രി വില കൊടുത്തവന് വേണ്ടി, രക്തം കൊടുത്തവന് വേണ്ടി മധ്യസ്ഥണയ്ക്കുന്ന ഒരുത്തനുണ്ട്. അത് എത്ര ഭയാനകരമായ വിഷയത്തിന് നടുവിലും ഇറങ്ങി വരാമെന്ന് പറഞ്ഞ ഒരുത്തൻ അവിടെ ഇറങ്ങി വന്നു എങ്കിൽ ഇന്ന് രാത്രി ആലോചന കൈമാറുകയാണ്. ഡിവിഷനെ, നിന്റെ കൂടാലോചന തെറ്റിപ്പോയി. സ്തോത്ര. പ്രൈസ് ദി ലോർഡ്. എവിടുന്നൊക്കെ പോരുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമോ അവിടെയെല്ലാം എത്ര പരീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുമോ ദൈവത്തിന്റെ ആത്മാവിന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു. ആലോചന വരുന്നതിനപ്പുറമായി ദൈവം നിങ്ങളെ മറുസ്റ്റേറ്റിൽ മാനിക്കപ്പെടുന്ന ദൈവമെന്ന് ഇന്ന് രാത്രി ആലോചന കൈമാറുകയാ. ഇനി എവിടെന്നൊക്കെ സ്തോത്രം കുടുംബത്തിനകത്ത് പോരുകൾ പുതുതായിട്ട് വരാൻ തുടങ്ങിയാലും ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, അതിനെ പൊളിച്ചടുക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ദൈവാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. അത് തന്നെ സ്തോത്രം കൈമാറുകയാണ്. സ്തോത്രം. അവരങ്ങനെ പറയട്ടെ, അവരങ്ങനെ ചെയ്യട്ടെ. പക്ഷെ ഇന്ന് രാത്രി പറയട്ടെ, ഹല്ലേലൂയ, ഡുമിഷന് തെറ്റി കേട്ടോ. പ്രൊഫസർ ഡുമിഷന് തെറ്റി. സ്തോത്രം. സതീഷ് ബ്രദറിന് തെറ്റിപ്പോയി. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആ ദേശത്തുള്ള വ്യക്തികൾക്ക് തെറ്റിപ്പോയി. ഇന്ന് രാത്രി പറയട്ടെ, സ്തോത്രം. പലർക്കും തെറ്റിപ്പോയി കേട്ടോ. പ്രാർത്ഥിക്കുന്നവന്റെ ഹൃദയം അറിയാൻ തെറ്റിപ്പോയി. സമയം താമസിച്ചു പോയി കേട്ടോ. ഇന്ന് രാത്രി ഇരിപ്പിടം മറന്നാരാധിക്ക്. സ്തോത്രം. ഒരു വലിയ വെളിപ്പാട് ദൈവത്തിന്റെ ആത്മാവ് അതിനകത്ത് വെളിപ്പെടുത്തുകയാ. സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആത്മാവിൽ 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 അങ്ങനെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ആലോചന പറയുക. ഇന്ന് രാത്രി ആലോചന പറയുക. സ്തോത്രം ചെയ്യുന്നു. ഉടപനരഗത ശബനപരഗതുനി വൈഡവനാരകൽക്കനാദികൾക്കട സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 53 4 വാക്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 5 3 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 5 3 വാക്യം ഇന്ന് രാത്രിയിൽ കുറിച്ചു വെച്ചു. ദൈവത്തിന്റെ ആത്മാവ് അതിനകത്ത് ഇന്ന് രാത്രിയിൽ കർത്തദാസിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 5 3 4 വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ അവിടെ അപ്പോൾ പത്രോസ് അനന്യാസ് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ സ്തോത്രം വിലയിൽ കുറെ എടുത്തു വയ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയിരിക്കുന്നത് എന്ത്? ഇതുപോലെ പലതും കർത്തദാസിയെ നിങ്ങളെ മറച്ച് മാറ്റിവെക്കത്തക്ക തലത്തിലുള്ള ചില സാത്താന്യ ശക്തികൾ അഭിഷക്തനായിരിക്കുന്ന സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പത്രോസിന്റെ മുൻപിൽ പലതും വെളിപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസിയെ സ്തോത്രം മുമ്പിൽ നിൽക്കുന്നവ എത്ര കരുത്തുള്ളവനാകട്ടെ, പക്ഷെ ഇന്ന് രാത്രി പത്രോസിന്റെ മുൻപിൽ നിൽക്കുന്നത് പോലെ വ്യാജം കാണിച്ചതുപോലെ നിങ്ങളുടെ മുമ്പിൽ വ്യാജം കാണിക്കുന്ന ചില വ്യാജാത്മാക്കളെ, സാത്താന്യ ശക്തികളെ തിരിച്ചറിയുവാൻ സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 3 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അത് വിലയ്ക്കും മുമ്പ് നിന്റെ കുറെ ന്യായങ്ങൾ കോട്ടിമറിക്കുമെങ്കിൽ ആത്മാവിന്ന് രാത്രി വിളിച്ചു പറയുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചിലത് ഇരുള് നീങ്ങി മറം നീങ്ങി വെളിപ്പെട്ടു വരുന്നത് പോലെ ആത്മാവ് അങ്ങനെ പറയും. ചില മറം നീക്കി വെളിപ്പെട്ടു വരുന്നത് പോലെ ചില ചതിവുകൾ ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്ന റൂമിനകത്ത് ചില ചതിവുകൾ, സാത്താന്യ ശക്തികൾ വെളിപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ റൗണ്ട് ചെയ്യുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഇരിപ്പിടകൾ നഷ്ടപ്പെട്ട ചില സാത്താന്യ പോരുകൾ, നഷ്ടപ്പെട്ട ചില സാത്താന്യ പോരുകൾ ഇന്ന് രാത്രി അലമുറയിട്ട കുടുംബത്തിനകം ദേശത്ത് ചുറ്റി അലയുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ആരാധനയും ഹല്ലേലൂയ, നിങ്ങളുടെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ വാക്കുകളും അതിന്റെ 5ാമത്തെ വാക്യം, ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ആമേൻ. ആരോടാ കളിച്ചെന്നറിയാമോ? അഭിഷക്തനോടെ കളിച്ചത്. പത്രോസ് അഭിഷക്തനാണ്. അവന് ഏത് PhD എടുത്ത നല്ല വിഷയം, ഏത് കോളേജ് ഗ്രാജുവേറ്റ് ചെയ്ത നല്ല വിഷയം. ഇന്ന് രാത്രിയിൽ ആമേൻ അവനോട് വ്യാജം കാണിച്ചപ്പോൾ ആത്മാവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, അനന്യാസേ, സഗരിയെ, നീ എന്നോട് എന്ത് വ്യാജം കാണിച്ചു?
ഒരു ആത്മാവിലെ തീ എന്ന് വാൽക്കാല കുടുംബങ്ങൾ കത്തുകയാ. റോസൽസ് ആരാധിച്ച് ഒരു വലിയ ദൈവസാന്നിധ്യം ഇന്ന് രാത്രിയിൽ കുടുംബങ്ങളിൽ കത്തുക കേട്ടോ. നിങ്ങളുടെ കുടുംബത്തിന് ചുറ്റും ദൈവമഹത്വം വെളിപ്പെടുക കേട്ടോ. ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി വെളിപ്പെടുന്നു. ചില കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുക കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആ സെലസസെ ആരാധിച്ചോ. ഇന്ന് രാത്രിയിൽ നിങ്ങളായിരിക്കുന്ന മേഖലയിൽ, നിങ്ങളായിരിക്കുന്ന കുടുംബത്തിന് ചുറ്റും ഒരു മിന്നുന്ന ആമേ സ്തോത്രം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അവിടെ പ്രൈസ് വാഴ്ത്തങ്ങളെ തടയുന്ന, ഭാവിയെ തടയുന്ന, ഭാവി ജീവിതം ഒരുങ്ങില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന, സഹോദരങ്ങളുടെ ജീവിതത്തിനകത്ത് ഭാവി ജീവിതം ഒരുങ്ങില്ല എന്ന് വെല്ലുവിളിക്കുന്ന ചില മൂർത്തിയുടെ ശക്തികൾ, ഉടബ രബല രഗതനെ ശംധന വൈഡബ, ചില മർദ്ദയുടെ പോരുകൾ, ജാതിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രിയിൽ തമ്പുരാൻ പിഴുതെറിയുക. ഞാനിവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആമേ പ്രവസിച്ച് ദൂത് പറയുമ്പോൾ തന്നെ ആമേ ചില കുടുംബത്തെ കൂടെ കണക്ട് ചെയ്യുക. ഒരു കോൺഫറൻസ് കോള് പോലെ യേശുവിന്റെ നാമത്തിൽ ഒരു കോൺഫറൻസ് കോള് പോലെ ആമേ ത്രികോണാകൃതിയിൽ 3 കുടുംബവും പ്രാർത്ഥിച്ച് ഒരു വലിയ ദൈവപ്രവൃത്തി കുടുംബങ്ങൾ വെളിപ്പെടുകയാ. ആത്മാവിൽ അങ്ങനെ തന്നെ വിളിച്ചു പറയുന്നു. ആമേ പ്രൈസ് ഭാവി ഒരുങ്ങരുത്, ഉപരിപഠനം ചെയ്യരുത്, ആമേ നന്മകൾ കാണരുത്, ആമേ സ്തോത്രം കല്യാണങ്ങൾ നടക്കരുത് എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന, കുടുംബത്തോട് വെല്ലുവിളിക്കുന്ന ശാപകെട്ടുകൾ ഇന്ന് രാത്രി അഴിയുകയാ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ഹല്ലേലൂയ. യൂഡാമാന ശംധന റിബപ്രൗഡേ വൈഡബരാ ജഗൽഖനാദി. ആമേ ഒരാളുടെ കണക്ട് ചെയ്യുന്നുണ്ട് ഇന്ന് രാത്രി. പ്രൈസലോ സാൻഡോ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനെ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ കണക്ട് ചെയ്യുക, ദൈവത്തിന്റെ ആത്മ കണക്ട് ചെയ്യുകയാണ് ഇന്ന് രാത്രിയിൽ. അവ എത്ര വിദൂരയായിരുന്നാലും താൻ ഇതിനകത്ത് ഇല്ലെങ്കിൽ പോലും ദൈവാത്മാവ് പറയുന്നത് കണക്റ്റിംഗ് നടക്കുകയാ. വിടുതൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ആത്മാവ് അങ്ങനെ തന്നെ വിളിച്ചു പറയുന്നു, ഞാൻ ആമേ മരിച്ചവനായിരുന്നു, പക്ഷെ ഇപ്പോഴോ ഞാൻ ജീവിച്ചിരിക്കുന്നു. മരിച്ചവനായിരുന്നു, ഇപ്പോ ജീവിച്ചിരിക്കുന്നു. അധർമ്മത്തിന്റെ പാതാളത്തിന്റെ താക്കോലിനെ കൈവശം പിടിച്ചുകൊണ്ട് പറയുക, ഞാൻ മരണത്തിന്റെ ഈ പാതാളത്തിന്റെ താക്കോല് എന്റെ കൈവശമാണ്. ചില മൂർത്തികളുടെ ശക്തികൾ അഴിയുകയാണ്, ചില മൂർത്തികൾ അഴിയുന്നു യേശുവിന്റെ നാമത്തിൽ. ഓ റിബ ശംഭവാരികൾഖനാദി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ സാൻഡോ എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസന്റെ ആമേ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇപ്പൊ ദൈവാത്മാവിനോട് കാണിക്കുന്നു, ചില കുടുംബത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എന്തോ ആ വാക്കിന്ന് രാത്രി കയറി വരികയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ അനുഭവിക്കരുത്, ആമേ സന്തോഷം അനുഭവിക്കരുത്, കുടുംബജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കരുത് എന്ന് പറഞ്ഞ നാളുകളായി ഓ പ്രൈസ് ദി ലോർഡ്. ഒരു വേട്ടപ്പക്ഷിയെ പോലെ ആമേ സ്തോത്രം മുമ്പിലോട്ട് വരാൻ കഴിയാത്ത നിലയിൽ ആമേ പിടിച്ചു മുറുക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവം പറയുന്നു, ഉണ്മയുള്ളവൻ ചില കുടുംബത്തെ നോക്കി പറയുകയാണ്, ആമേ ഞാൻ ആദ്യനും അന്ത്യനുമായിരിക്കുകയാണ്. ഹല്ലേലൂയ. ഭൂജാതികൾക്ക് അധിപതിയായ ആമേ സ്തോത്രം ആരാധിച്ചു മടുത്തു പോകേണ്ട കേട്ടോ. ഇന്ന് ഈ ദിവസം നിങ്ങളുടെ നിർവൻസിലെ ദിവസമാണ്. ഓ ചിലത് ആമേ ഉളവാകുന്ന ദിവസമാണ്, ചിലത് ഉളവാകുന്ന ദിവസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജൂഡാമാനവാന റിഗമാനവാന റിഗബാനബാന റിഗബാന ഹത്തുരി റിഗൽഖനാദി. ഹല്ലേലൂയ. 15-ാം വാക്യം പറയുന്നു, കാൽ ഊലയിൽ ചുട്ടു പഴിപ്പിച്ച ആമേ വെള്ളോട്ട് സദൃശ്യ ആമേൻ ആമേൻ അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ ശബ്ദമുണ്ടല്ലോ, സ്തോത്രം എന്ന ശബ്ദമുണ്ടല്ലോ, അത് പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ ആകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേ സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. ആമേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസിയെ പ്രവസിച്ചേ, നിങ്ങൾ മുറ്റം തൂക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ തടയും. ചിലത് നിങ്ങളുടെ കയ്യിൽ തടയും. ആ ചൂലുണ്ടല്ലോ ആമേ ആ മുറ്റത്തേക്ക്, ആ മണ്ണിലേക്ക് പതിക്കുമ്പോൾ ചിലത് പൊട്ടിത്തെറിക്കും മുമ്പിലോട്ട്. ഹല്ലേലൂയ. പേടിച്ചു പോകേണ്ട കേട്ടോ. മാളത്തിൽ പതിയിരിക്കുന്നത് പുറത്ത് ചാടും. ഭാരപ്പെടണ്ട. പണ്ടൊക്കെ ആമേ പിതാക്കന്മാർ പാമ്പിനെ പിടിക്കുന്നത് പോലെ, എലിയെ പിടിക്കുന്നത് പോലെ, പുക അകത്തോട്ട് കയറുമ്പോൾ പുറത്ത് ചാടുന്നത് പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ പുക ആലയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ശലോമോൻ പറയുന്നു, ആരാധിക്കാൻ കഴിയാതെ അവിടെ നിന്ന് പുറത്ത് ചാടിയെന്ന. എന്നാൽ ഇന്ന് രാത്രിയിൽ പറയട്ടെ, നിങ്ങൾ സ്തോത്രം ചെയ്ത് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുക നിറയാൻ പോകുകയാ. ഭവനത്തിനകത്ത് പുക കൊണ്ട് നിറയാൻ പോകുകയാ. ആലയത്തിനകത്ത് തേജസ്സിന്റെ പുക കൊണ്ട് നിറയാൻ പോകുകയാ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഡിമിഷൻ ചക്രവർത്തിയെ, നിന്റെ കാലം കഴിഞ്ഞു, നിന്റെ പരിപാടി തീർന്നിരിക്കുന്നു. ഇന്നത്തെ ഈ ദിവസം ഞങ്ങളുടെ ദിവസമാ. ഇന്നത്തെ ദിവസം എന്റേതാ. ഓ ഹല്ലേലൂയ. ചൂടമാന ശംഭവ റിഗൽഖന വൈഡകര ജഗൽഖനാദി. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാമോ? യോഹന്നാ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. യോഹന്നാ സുവിശേഷം 21-ന്റെ 12-ാമത്തെ വാക്യം.
യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഈ 21-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പറയുന്നു, യേശു അവരോട്, ആരോടാ പറഞ്ഞേ? ശീമോൻ പത്രോസ്. ഞാൻ പറയട്ടെ, കടലിൽ മീൻ പിടിക്കാൻ പോയിരിക്കുക. കടലിലിരിക്കുന്നവർ തിരിച്ചു വന്നപ്പോഴേ പ്രാന്തൽ കഴിച്ചുകൊള്ളുക. ഹല്ലേലൂയ, കഴിച്ചുകൊള്ളുക. ഞാൻ ഇവിടെ അപ്പവും മീനൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ച്, കർത്താവ് നിനക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുക കേട്ടോ. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ ആമേൻ നോക്കിയേ, ഇവിടെ വന്ന് ആമേൻ പ്രാതൽ കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞില്ല. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചെയ്യുന്നത് ആരും അറിയില്ല. സ്തോത്രം. ആരും അറിയാത്ത ചില അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. സ്തോത്രം. ആരും അറിയാത്ത ചില അത്ഭുതങ്ങൾ. ആമേൻ. ഒരു ഗ്ലാസ് അരി കിട്ടിയിരുന്നെങ്കിൽ കഞ്ഞി വെക്കാൻ, അല്ലേ റോസൽ സിസ്റ്ററെ? ഒരു ഗ്ലാസ് അരി കിട്ടിയിരുന്നെങ്കിൽ, ഒരു പിടി പയറുണ്ടായിരുന്നെങ്കിൽ കഞ്ഞി വെക്കായിരുന്നു നാളുകളായി ചിന്തിച്ചല്ലേ. ആമേ, കിട്ടാതെ ആമേൻ സ്തോത്രം മടിശീലയ്ക്കകത്ത് ഒരു ഗ്ലാസ് അരി തരുമോ എന്ന് ചോദിച്ചില്ലേ? എന്നാൽ ഇന്ന് രാത്രി അതേ ശബ്ദം എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു. ആമേ, അതേ ശബ്ദം എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു. അതേ ശബ്ദം ഇന്ന് രാത്രി ചെവിയിൽ മുഴങ്ങുന്നു. ഒരു ഗ്ലാസ് അരിയല്ല നിങ്ങളുടെ ഭവനത്തിൽ വരാൻ പോകുന്നത്, ഒരു ചാക്കരി വരാൻ പോകുകയാ. ആമേൻ. സകലതും കരുതുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആമേൻ കർത്താവ് ഇറങ്ങി വന്ന് പറയുക, യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞില്ല. ആമേൻ സ്തോത്രം. കർത്താവാകുന്നു എന്ന് എന്ത് ചെയ്യുന്നില്ല? ആമേൻ, അവരറിഞ്ഞില്ല. എന്നാൽ കുറച്ചുപേര് പറയുന്നു ഞങ്ങൾ അറിഞ്ഞു അത് കർത്താവാ. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയുകയാണ് ഞങ്ങൾ അറിഞ്ഞു അത് യേശു തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ചിലർ പറയുക അത് കർത്താവാണെന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാർ ആമേൻ ഒരുത്തനും നീ ആർ എന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ആമേൻ. നിനക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യുമ്പോഴേ ഇതിനകത്ത് ഇന്ന് രാത്രി ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോകുക. ഇതിനകത്ത് ചില കുടുംബത്തിനകത്ത് ചില ഫിനാൻസ് വിഷയങ്ങൾ, ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ വളരെ 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 ചില ആമേൻ വേദനിക്കപ്പെട്ടിരിക്കുന്ന ചില കുടുംബത്തിനകത്ത്, പ്രൈസ് ദി ലോർഡ്, ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. പ്രാർത്ഥിക്ക്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ചില കടഭാരത്തിലായിരുന്ന് വളരെ വേദനയിലായിരിക്കുന്നവരുണ്ട് കേട്ടോ. ആമേൻ, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കർത്താവ് കരയിൽ അവൻ ഉണ്ടാക്കി വച്ച് കാത്തിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ എല്ലാം ഉണ്ടാക്കി കരയിൽ കാത്തിരിക്കുകയാ. എന്തിനാ കാത്തിരിക്കുന്നത്? ആമേൻ സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങൾ ഉപജീവന വഴിക്ക് പോയിരിക്കുക, ബാ എൻ്റെ അടുത്ത് ഇവിടെ കയറി വന്ന് ഇവിടെ ഇരിക്കുക. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു യേശു ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു യേശു. റോസ്ലി കർത്തദാസിയെ, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ആമേൻ സ്തോത്രം ദൈവം അത്ഭുതത്തിന്റെ കരവുമായി ആമേൻ നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വന്നിരിക്കുക. അതിന്റെ 10-ാം വാക്യം പറഞ്ഞു, യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ആമേൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ പിടിച്ചത് എന്താ അങ്ങനെ പറഞ്ഞ കാര്യം? ഇപ്പോൾ പിടിച്ചതുണ്ടോ എന്ന് ചോദിച്ചേക്കാം. കർത്താവ് അങ്ങനെയാ. ഇന്നലെ പിടിച്ചതല്ല, ഇപ്പോൾ എന്തുണ്ട്? ഇന്ന് പ്രാപിച്ചത്. കർത്താവിന്റെ അഭിഷേകത്തെ ഇന്ന് നിങ്ങൾ പ്രാപിച്ചത് കൊണ്ട് കൊടുക്ക്. അതിനെ വർദ്ധിപ്പിച്ചു തരാൻ ഒരുത്തൻ അവിടെ തയ്യാറായി നിൽക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവാത്മാവ് അങ്ങനെ ഇന്ന് രാത്രി കൈമാറുകയാ ദൂത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 11-ാം വാക്യം പറയുന്നു, ശീമോൻ പത്രോസ് ആമേൻ പ്രൈസ് ദി ലോർഡ് കയറി. പ്രൈസ് ദി ലോർഡ്. അവരിങ്ങനെ മുമ്പിലോട്ട് വരുന്ന സമയത്ത് അവന് മനസ്സിലായി ഇത് വേറെ ആരുമല്ല, ഇത് യേശു തന്നെയാണ്. ഇന്ന് രാത്രി യേശുവിൻ്റെ കരസ്പർശം ഏറ്റവരാൻ നമ്മളെല്ലാവരും അല്ലേ. പക്ഷെ പലപ്പോഴും നമ്മളൊന്ന് ഇടറിപ്പോകാറുണ്ടല്ലേ. പക്ഷെ ഇന്ന് രാത്രി പറയട്ടെ, ഞാൻ ഇവിടെ ഇരുന്ന് ഈ വചനം കൈമാറുമ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ദൈവം ചില വഴികൾ തുറക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ദൈവം ചില വാതിലുകൾ തുറക്കുന്നുണ്ട്. ഹല്ലേലൂയ. വാതിലുകൾ തുറക്കാൻ എൻ്റെ കർത്താവ് സർവശക്തനാണ്. ആമേൻ. നിമിഷം വിചാരിച്ചു ഇനിയില്ല, ഇവൻ തിരിച്ചു വരത്തില്ല. തിരിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. ഇവൻ തിരിച്ചു വരും.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഫെബിനെ, നീ തിരിച്ചു വരും. നിന്റെ കൂട്ടുകാരുടെ നടുവിൽ നീ ഒരു യോദ്ധാവായി തിരിച്ചു വരും. പക്ഷെ ചിലരുടെ മരണം നിന്റെ മുമ്പിൽ നീ കാണും. പ്രൈസ് ദി ലോർഡ്. നീ നശിച്ചു കാണാൻ നിന്റെ ശരീരത്തെ പങ്കിട്ടെടുക്കാൻ നിൽക്കുന്ന ഈ റാന്തൽ പക്ഷികളുടെ നടുവിൽ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. അതിനു മുൻപ് ഞാനൊരു കാര്യം ചെയ്യും, ഡുമിഷന്റെ പ്രാണനെ എടുക്കും. പക്ഷെ നിനക്കൊരു മടങ്ങി വരവ് പത്മോസിൽ നിന്ന് ദൈവാത്മാവ് തരാൻ പോകുകയാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നിന്റെ ബുദ്ധിയിൽ ഇൻജക്ട് ചെയ്ത് കയറ്റിയിരിക്കുന്ന പല ചിന്തകളും, നിന്റെ കണ്ണിൽ കൂടെ കയറിയിറങ്ങുന്ന പല കാഴ്ചകളും, നിന്റെ വായിൽ കൂടെ പറയുന്ന പല വാക്കുകളും എന്ന് രാത്രി എടുത്തു വച്ച് തമ്പുരാൻ പറയുക, ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ ആത്മാവിന്ന് രാത്രി ആലോചന കൈമാറുകയാ. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കുമ്പോൾ 53-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ, ഹല്ലേലൂയ, 53-ാമത്തെ അധ്യായത്തിന്റെ 3 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ അവിടെ യെശയ്യാപ്രവാചകൻ വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു. 53-ന്റെ 1, 2, 3. ആമേൻ, സ്തോത്രം. ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഒന്ന് വായിച്ചേ. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. ഇന്നലകളിൽ ഫെബിനെ നീ ദൈവത്തെ ആദരിക്കേണ്ട രീതിയിൽ ആദരിച്ചില്ലെങ്കിൽ ഇന്ന് നീ ആദരിച്ചോ? നിനക്കു വേണ്ടി ഒരുത്തൻ തകർക്കപ്പെട്ടു, നിനക്കു വേണ്ടി ഒരുത്തൻ നിന്ദിക്കപ്പെട്ടു, നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരുത്തൻ സകലതും ആമേൻ 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 ചുമന്നു, ഒരുത്തൻ എല്ലാം ഏറ്റു. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ തന്നെ ദൈവം നിന്നെ ചില രാജ്യങ്ങളിലേക്ക് അയക്കും പഠനത്തിന് വേണ്ടി. കേട്ടോ, നീ ഇപ്പോൾ ചിലത് ത്യജിക്കാൻ തയ്യാറായാൽ, ഒരു തീരുമാനത്തിലേക്ക് നീ വരുമെങ്കിൽ, തമ്പുരാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെറുതല്ല കേട്ടോ, വലിയ ദൗത്യമാണ് കേട്ടോ. ആമേ, വചനം ഇങ്ങനെ തന്നെ പറയുന്നു. ആമേ, സ്തോത്രം. ഞങ്ങൾ ആമേ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, കേൾപ്പിച്ചത് ആർ വിശ്വസിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ആമേൻ. അത് വെളിപ്പെട്ടിരിക്കുന്നത് ആർക്കാ? തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവന്റെ ഭുജം വെളിപ്പെടും. തന്നെ കാത്തിരിക്കുന്നവർക്ക് അവൻ പ്രത്യക്ഷമാകും. തന്നെ പ്രാർത്ഥിക്കുന്നവർക്ക് അവൻ പ്രത്യക്ഷമാകും. ഇന്ന് രാത്രിയിൽ പറയട്ടെ, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവിനെ ഇന്ന് രാത്രി മറന്നു പോകരുത്. നീ ഒരു യുദ്ധക്കളത്തിലാ കേട്ടോ. നിന്റെ ബാല്യകാലം, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ പുറത്തു വരുമ്പോൾ തന്നെ പലതും നഷ്ടപ്പെട്ടവനായ നീ പുറത്തു വന്നത്. പക്ഷെ ഇന്ന് രാത്രി പറയട്ടെ, നിന്റെ ഓരോ വളർച്ചയിലും നീ നഷ്ടം സംഭവിച്ചു, കഷ്ടം സംഭവിച്ചു, വേദന സംഭവിച്ചു. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, ആ വേദനയെല്ലാം ഒരുത്തരുതാ ആമേ, സ്തോത്രം, പ്രൈസ് ഏറ്റെടുത്തുകൊണ്ട് അവനൊരു ഇളയം തൈ പോലെ അവൻ വരണ്ട നിലത്ത് നിന്ന് അവൻ മുളച്ചത് പോലെയും അവന്റെ മുൻപാകെ വളർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ഇതെങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ഇതിനെ ഇനി എന്ത് ചെയ്യും? ഇതൊരു ചാവ് പിള്ളയായി പോയല്ലോ. ഇത് എന്താ ചെയ്യുന്നത്? എന്നെയും തള്ളിക്കളഞ്ഞല്ലോ, എന്നെയും ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ. ഇനി ഇതിനെ എങ്ങനെ ഞാൻ ചുമക്കും? ഇതിനങ്ങ് കൊന്നു കളഞ്ഞാലോ? എങ്ങനെയാ കൊല്ലുന്നത്? കഴുത്ത് നെരിച്ചാണോ കൊല്ലേണ്ടത്? അല്ലയോ വിഷം കലർത്തി ചോറ് വാരി കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇനി കുറച്ച് പാലിൽ ചേർത്ത് കൊടുക്കട്ടെ? വേണ്ട ദൈവദാസിയെ, അവനെ എവിടെയൊക്കെ മാംസ കഷണമാക്കി തിരിച്ച് വലിച്ചെറിയാൻ ശ്രമിച്ചുവോ, അതേ ഡുമിഷന്റെ മരണത്തിങ്കൽ അവൻ തിരിച്ചു വരും. തിരിച്ചു വരും കേട്ടോ. ആമേൻ, സ്തോത്രം. ഇന്നേക്കൊരു 7 വർഷം കഴിയുമ്പോൾ നിനക്കൊരു തിരിച്ചുവരവ് ദൈവാത്മാവ് കാണിക്കുന്നു. ചില ഡുമിഷന്മാർ ഈ ഭൂപരപ്പിൽ നോക്കി നിൽക്കേ, ഒരു ശബ്ദം കേൾക്കും, ഡുമിഷൻ മരിച്ചിരിക്കുന്നു. നിനക്കൊരു മടങ്ങി വരവുണ്ട്. ഇന്ന് രാത്രിയിൽ ഡുമിഷന്റെ മരണം കാത്തിരിക്കുന്ന യോഹന്നാനെല്ലാം നമ്മൾ കാണുന്നത്. 22 അധ്യായം അടങ്ങപ്പെട്ട ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ഓരോ താളുകളും എഴുതി പിടിപ്പിക്കുമ്പോൾ യോഹന്നാന് ഭയമില്ലായിരുന്നു. അവൻ നോക്കുമ്പോൾ ഇന്ന് രാത്രി മാറത്ത് പൊങ്കച്ച കെട്ടിയവനും വെള്ളോട് സർശ്രൂപമുള്ള പാദമുള്ളവനും പെരുവെള്ളത്തിന്
ഇരച്ചിൽ പോലെ ആമേ ശബ്ദമുള്ളവനും ആമേ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദമുള്ളവൻ അവന്റെ മുൻപിൽ ചുറ്റി മിന്നുന്ന ഒരു വാളായി ഇറങ്ങി വരപ്പെടുമ്പോൾ ഇന്ന് രാത്രി നീ പേടിക്കേണ്ട ഭവിനെ, നിനക്ക് വേണ്ടി ഒരു തൽക്കാലവരുടെ കുലമരത്തിൽ അവൻ തൂങ്ങപ്പെട്ടു. എന്നാൽ ഇന്ന് രാത്രി മരിച്ചവനെ പോലെ അല്ല വന്നിരിക്കുന്നത്. അവൻ എന്നേക്കുമായി ജീവൻ പ്രാപിച്ചവനായി നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ചേ കർത്തദാസ്, ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ആമേ സ്തോത്രം. ആ ദൂതനോട് കണക്റ്റായ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ സ്തോത്രം. ആമേ സ്തോത്രം. ആമേൻ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരും.